ഹായ്, സ്വാഗതം. 8th സ്റ്റാൻഡേർഡിലെ Ncert ഹിസ്റ്ററി സിലബസിലെ ചാപ്റ്റർ 6 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. വീവേഴ്സ്, അയൺസ്മെൽട്ടേഴ്സ് ആൻഡ് ഫാക്ടറി ഓണേഴ്സ്. നെയ്ത്തുകാർ, ഇരുമ്പുരുക്കുന്നവർ, ഫാക്ടറി ഓണേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് രണ്ട് ഇൻഡസ്ട്രീസ് ആണ്, തുണി വ്യവസായവും ഇരുമ്പുരുക്ക് വ്യവസായവും. ഇന്ത്യയിൽ വ്യവസായ വിപ്ലവത്തിൽ പ്രധാന പങ്കുവച്ച രണ്ട് ഇൻഡസ്ട്രീസാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയും. 1850 ശേഷം ബ്രിട്ടനിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിക്കുണ്ടായ വളർച്ച കാരണം വർക്ക്ഷോപ്പ് ഓഫ് ദ വേൾഡ് എന്നാണ് ബ്രിട്ടൻ അറിയപ്പെട്ടത്. ബ്രിട്ടൻ്റെ ഈ വ്യാവസായിക പുരോഗതിയിൽ അവരുടെ ഇന്ത്യയിലെ കോളനിവൽക്കരണം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. 18th സെഞ്ച്വറിയുടെ അവസാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്ട്സ് കുറഞ്ഞ വിലയിൽ വാങ്ങി ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും എക്സ്പോർട്ട് ചെയ്ത് ബ്രിട്ടീഷുകാർ ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു. ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം അവിടെ ഉണ്ടാക്കിയ കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി കുറഞ്ഞ മെഷീൻ പ്രോഡക്ട്സ് അവർ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് സ്വാഭാവികമായി ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയിലെ തുണി വ്യവസായം ലോകമെമ്പാടും ഖ്യാതി കേട്ടതായിരുന്നു. തുണി വ്യവസായത്തിൽ ഇന്ത്യയായിരുന്നു അന്ന് ലോക മാർക്കറ്റിൽ നമ്പർ 1 ആയിരുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ ക്വാളിറ്റി കൊണ്ട് തന്നെ യൂറോപ്യൻ മാർക്കറ്റിൽ വൻ ഡിമാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പക്ഷേ യൂറോപ്പിലെ ഡീലേഴ്സ് എൻകറേജ് ചെയ്തില്ല. അവർക്ക് ത്രെട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിനെതിരെ അവർ സമരം ചെയ്തു. ഒടുവിൽ 1720 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവരുടെ ഡിമാൻഡ് അംഗീകരിക്കുകയും ഇന്ത്യൻ ടെക്സ്റ്റൈൽസിൻ്റെ വിൽപ്പന നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ബ്രിട്ടനിലെ വളർന്നു വരുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. ഈ ഒരു നിയമം കാലിക്കോ ആക്ട് എന്നാണ് അറിയപ്പെട്ടത്. ക്വാളിറ്റിയിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ മറികടക്കാൻ യൂറോപ്യൻസിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 1764 ജോൺ കീ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിക്കുന്നത്. ഇതോടെ ബ്രിട്ടീഷുകാരുടെ തുണി വ്യവസായത്തിൻ്റെ ഉൽപ്പാദനം വേഗത്തിലായി. 1786 റിച്ചാർഡ് ആർക്രൈറ്റ് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്. ഇതോടെ ട്രാൻസ്പോർട്ടും അവർക്ക് ചീപ്പായി മാറി. ഇങ്ങനെയുള്ള വ്യാവസായിക ഇൻവെൻഷൻസ് അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ഈസിലി അവൈലബിളും അഫോർഡബിളും ആക്കി മാറ്റി. ഈ ഒരു അവസരത്തിലും ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അവരുമായി കോമ്പീറ്റ് ചെയ്തു നിന്നിരുന്നു. ബ്രിട്ടനിലെ ട്രേഡേഴ്സ് അവരുടെ സിൽവർ കോയിൻസ് എക്സ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഇന്ത്യൻ ഗുഡ്സ് അവർ ഇമ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ബംഗാളിലെ ദിവാൻ ഭരണം അവരുടെ കയ്യിലായതോടെ ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചായിരുന്നു ഇന്ത്യൻ ഗുഡ്സ് അവർ ഇമ്പോർട്ട് ചെയ്തിരുന്നത്. ഹൂ വർ വീവേഴ്സ്? നെയ്ത്ത് ജോലിയിൽ വൈദഗ്ധ്യം നേടിയവരാണ് നെയ്ത്തുകാർ അല്ലെങ്കിൽ വീവേഴ്സ്. ബംഗാളിലെ ടാൻഡ് വീവേഴ്സും സൗത്ത് ഇന്ത്യയിലെ ദേവാങ്സും കൈക്കോലരും നോർത്ത് ഇന്ത്യയിലെ ഝൂല വീവേഴ്സും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ വിദഗ്ധരായ നെയ്ത്തുകാരാണ്. പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യന്ത്രനിർമ്മിതമായ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില വളരെ കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പം വിറ്റഴിക്കാൻ സാധിച്ചിരുന്നു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ചുമത്തിയ ഉയർന്ന നികുതി കാരണം ബ്രിട്ടീഷ് വിപണിയും ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്ത് ജോലി ഉപേക്ഷിച്ച് മറ്റ് ജോലികൾ തേടിപ്പോയി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം തുടങ്ങിയ പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഇന്ത്യയിൽ തുണി വ്യവസായങ്ങളും മറ്റും വീണ്ടും ശക്തിപ്പെട്ടു തുടങ്ങിയത്. 1854 ബോംബെയിൽ ഇന്ത്യയിൽ ആദ്യത്തെ കോട്ടൺ മിൽ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ കോട്ടൺ ഇമ്പോർട്ട് എക്സ്പോർട്ട് തുറമുഖമായി ബോംബെ തുറമുഖം മാറി. മുംബൈയാണ് ഇന്ത്യയിലെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന പട്ടണം.
1861 അഹമ്മദാബാദിലും തുടർന്ന് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും കോട്ടൺ മിൽസ് സ്ഥാപിതമായി. ഇന്ത്യൻ കോട്ടൺ ഇൻഡസ്ട്രിക്ക് ഒരുപാട് ചാലഞ്ചസ് മുന്നിലുണ്ടായിരുന്നു. മാർക്കറ്റിലെ ലോ കോസ്റ്റ് ബ്രിട്ടൻ ഗുഡ്സുമായി കോമ്പീറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ത്യയിലെ ലോക്കൽ ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരുടെ ആവശ്യങ്ങളൊന്നും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടനിലെ വിപണി ഇടിഞ്ഞപ്പോൾ മിലിറ്ററി ക്ലോത്ത്സ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ലഭിച്ചു. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. കരകൗശല വിദഗ്ധരടക്കം കുറേ പേർക്ക് തൊഴിൽ നൽകാൻ ഇതോടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് സാധിച്ചു. ടിപ്പു സുൽത്താൻ്റെ വാൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ വാൾ അതിൻ്റെ ഉടമയുടെ പേരിൽ മാത്രമായിരുന്നില്ല പ്രസിദ്ധമായത്. ആ വാൾ നിർമ്മിച്ചവരുടെ പേരിലും പ്രസിദ്ധിയാർജിച്ചതായിരുന്നു. ഇന്നീ വാൾ ലണ്ടൻ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തുണി വ്യവസായം പോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയിൽ ഫ്ലറിഷ് ചെയ്തൊരു ഇൻഡസ്ട്രി ആയിരുന്നു അയൺ സ്മെൽറ്റിംഗ് ഇൻഡസ്ട്രി, അതായത് ഇരുമ്പുരുക്ക് വ്യവസായം. ഗ്രാമങ്ങളിലായിരുന്നു ഈ ഒരു ഇരുമ്പുരുക്ക് വ്യവസായം നിലനിന്നിരുന്നത്. ഗ്രാമത്തിലെ അയൺ സ്മെൽട്ടേഴ്സ് കാടുകളിൽ പോയാണ് ഇരുമ്പയിര് ശേഖരിച്ചിരുന്നത്. കാടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചാർക്കോൾ ഉപയോഗിച്ചാണ് ഇവർ ഇരുമ്പയിരിനെ ഉരുക്കിയിരുന്നത്. ബ്രിട്ടീഷുകാർ അയൺ ആൻഡ് സ്റ്റീലും ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ 19th സെഞ്ച്വറി ആയപ്പോഴേക്ക് ഈ ഒരു ഇൻഡസ്ട്രിയും ഡിക്ലൈൻ ചെയ്തു തുടങ്ങി. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി തകരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഫോറസ്റ്റ് ലോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ച് പ്രവേശനം നിഷേധിച്ചത് കാരണം കാടുകളിൽ പോയി അയൺ ഓർ ശേഖരിക്കാനും ചാർക്കോൾ ശേഖരിക്കാനും ഗ്രാമവാസികൾക്ക് കഴിഞ്ഞിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ അമിതമായ നികുതി. ബ്രിട്ടനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ചീപ്പായിട്ടുള്ള ഇരുമ്പും സ്റ്റീലും ആയിരുന്നു ഇന്ത്യയിൽ യൂസ് ചെയ്തിരുന്നത്. 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും അയൺ സ്മെൽട്ടേഴ്സിന് തങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റ് ജോലികൾ തേടി പോകേണ്ട ഒരു സ്ഥിതി വന്നു. ദ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മോഡേൺ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി തുടങ്ങുന്നത് ദൊറാബ്ജി ടാറ്റയാണ്. ദൊറാബ്ജി ടാറ്റയും അമേരിക്കൻ ജിയോളജിസ്റ്റായ ചാൾസ് വെൽഡും നല്ല ഇരുമ്പയിര് കിട്ടുന്ന സ്ഥലം സെർച്ച് ചെയ്ത് നടക്കുന്ന സമയത്താണ് അഗാരിയാസ് എന്ന ട്രൈബൽ പീപ്പിളിൻ്റെ സഹായത്തോടെ നല്ല ഇനം ഇരുമ്പയിര് രാജ്ഹാര ഹിൽസിൽ കണ്ടെത്തുന്നത്. പക്ഷേ അവിടെ വാട്ടർ സോഴ്സ് അവൈലബിൾ ആയിരുന്നില്ല. സോ അവർ ഫാക്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് സ്ഥലം അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഭീലായ് സ്റ്റീൽ പ്ലാന്റിലേക്കുള്ള ഇരുമ്പയിര് സപ്ലൈ ചെയ്യാൻ അഗാരിയാസിൻ്റെ സഹായത്തോടെ സാധിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സുബർണരേഖ നദിക്ക് സമീപം ഫോറസ്റ്റ് ക്ലിയർ ചെയ്തപ്പോൾ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, ജാംഷഡ്പൂരിൽ. അങ്ങനെ 1912 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അതായത് ടിസ്കോ സ്റ്റാർട്ട് ചെയ്തു 1912. തുടർന്ന് ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി സ്റ്റീൽ സപ്ലൈ ചെയ്തത് ടിസ്കോ ആയിരുന്നു. 1914 ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്രിട്ടന് വേണ്ടി വെപ്പൺസും മറ്റ് എക്യുപ്മെൻറ്റ്സും സപ്ലൈ ചെയ്തത്, അതിനുവേണ്ടിയുള്ള സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തത് ടിസ്കോ ആയിരുന്നു. യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടനിൽ നിന്നുള്ള സ്റ്റീൽ ഇമ്പോർട്ട് കുറഞ്ഞത് കാരണം ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ടിസ്കോ ആണ് സ്റ്റീൽ സപ്ലൈ ചെയ്തത്. ഒന്നാം ലോക മഹായുദ്ധവും ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റും ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് തകർച്ചയിൽ നിന്നും സ്ട്രോങ് ആയി തിരിച്ചു വരാൻ സഹായിച്ചു. ഇത്രയുമാണ് 6th ചാപ്റ്ററിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.